Stop over committing. നമ്മൾ നമ്മുടെ കപ്പാസിറ്റി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം ലിമിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒന്നും മനസ്സിലാക്കാണ്ട് ഓവറായിട്ട് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്ന കാര്യം വെച്ചങ്ങ് നിർത്തിയേക്കണം. ചില ആൾക്കാരുടെ സ്വഭാവം ഒന്നിനും കഴിയത്തില്ല, പക്ഷേ ചാടിക്കേറി ഐ വിൽ ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് കമ്മിറ്റ്മെൻറ്റ് വെക്കും. ഫൈനലി എന്താ സംഭവിക്കുന്നത്? അയാൾ വിചാരിച്ചത് നടക്കത്തില്ല, കൊടുത്ത് പ്രോമിസും ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. സോ എന്തിനാണോ ഓവർ കമ്മിറ്റ്മെൻറ്റ് വെക്കുന്നത്? ഒരു വ്യക്തിയോടും ഒരിക്കലും ഓവർ കമ്മിറ്റ്മെൻറ്റ് വെക്കരുത്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിനകത്തും ചില പരിധികളുണ്ട്, ചില പരിമിതികളുണ്ട്. സോ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിലാക്കാണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ ടൈം, നമ്മുടെ വാല്യൂ, നമ്മളുടെ പ്രയോറിറ്റീസ് മനസ്സിലാക്കാണ്ട് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയോടും ഒരു ഓവർ കമ്മിറ്റ്മെൻറ്റ് കണക്ഷൻ നമ്മൾ കൊണ്ടുപോകരുത്. ഓവർ കമ്മിറ്റ്മെൻറ്റ് കണക്ഷൻ നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോയാലും ഒരു ടൈം ആകുമ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് അങ്ങനെ ഡിറ്റാച്ച്ഡ് ആവും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓവർ കമ്മിറ്റ്മെൻറ്റ് ഒരിക്കലും നമ്മളെ സ്മൂത്തായിട്ട് കൊണ്ടുപോകത്തില്ല. പിന്നെ നമ്മളത് മെൻ്റലി ഭയങ്കരമായിട്ട് സ്ട്രെസ്സാകും, പിന്നെ നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു ഓവർ കമ്മിറ്റ്മെൻറ്റ് ഒരിടത്തും വെക്കരുത്. അത് റിലേഷൻഷിപ്പിനകത്തായിക്കോട്ടെ, ജോബിലായിക്കോട്ടെ, ഇനി ഏത് കണക്ഷനിലായിക്കോട്ടെ, ഒരു ഓവർ കമ്മിറ്റ്മെൻറ്റ് വെക്കുന്ന പരിപാടി ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ്.